ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും അതോടൊപ്പം തന്നെ ഇതിൽ ഞാൻ മെയിനായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കോഫി പൗഡറാണ്. കോഫി എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് ഒരു ഗ്ലോ കൊണ്ടുവരാനും നാച്ചുറൽ ആയിട്ടുള്ളൊരു റേഡിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നറിയാം. അതിനുശേഷം ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഒരു ഫേസ് പാക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നേച്ചർ ഫോർ നേച്ചർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡീടോക്സിഫയർ ഫേസ് പാക്കാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര കോഫി പൗഡർ എടുക്കുന്നോ അതിൻ്റെ ആ ഒരു അളവിൽ തന്നെ ഓവറായിട്ട് എടുക്കേണ്ട, അത്യാവശ്യം നീഡഡ് ക്വാണ്ടിറ്റി ഓഫ് ഫേസ് പാക്കും കൂടെയാണ് ആഡ് ചെയ്യുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ഓറഞ്ച് പീൽ പൗഡറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ജസ്റ്റ് ചെറിയ വാം വാട്ടറിൽ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ തന്നെ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടും. എനിക്ക് തോന്നുന്നു വാം വാട്ടർ വേണമെന്നില്ല കേട്ടോ, മിൽക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ചിലർക്ക് വാട്ടർ ആയിരിക്കുമല്ലോ, മിൽക്ക് എന്ന് പറയുന്നത് അത്രത്തോളം അവരുടെ സ്കിന്നിന് മാച്ച് ആവില്ലല്ലോ, അതുകൊണ്ടിട്ടാണ് വാം വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഓയിലി സ്കിന്നുകാർക്ക് വാം വാട്ടർ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇനിയിപ്പം ഡ്രൈ നോർമൽ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് മിൽക്ക് യൂസ് ചെയ്യാമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പം ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിൻ്റെ പൗഡറും പ്ലസ് അടുത്തയായിട്ട് നമ്മുടെ കോഫി പൗഡറും പിന്നെ കുറച്ച് വെള്ളം കൂടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു തിക്ക് പേസ്റ്റ് രൂപേണ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫേസ് നല്ലോണം വാഷ് ഓഫ് ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം വേണം ഒന്ന് പാറ്ററിയൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ഫേസിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി. വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടംപോലെ നമുക്ക് ഗ്ലിസറിനോ റോസ് വാട്ടറോ തേനോ പാലോ അല്ലെങ്കിൽ തൈരോ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഭയങ്കര സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ്, നോർമൽ നമ്മുടെ വാട്ടർ പ്ലസ് കോഫി പൗഡർ ദെൻ ഈ ഒരു ഫേസ് പാക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ കുറച്ച് നേരമേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുമ്പം നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓറഞ്ച് പീലിൻ്റെ എക്സ്ട്രാക്റ്റും കുറേ അധികം ഫ്ലവേഴ്സിൻ്റെ എക്സ്ട്രാക്റ്റിൻ്റെ ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഹെർബ്സിൻ്റെ ഒക്കെ ബ്ലെൻഡാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു റിസൾട്ട് നല്ല രീതിക്കൊന്ന് സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നാച്ചുറൽ ആയിട്ടുള്ളൊരു ടോൺ, ഈവൻ ടോണിലേക്കൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യും. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ ഇത് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഫേസ് പാക്ക് നമ്മൾ നമ്മുടെ ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീക്കിലി ഒരു 2 പ്രാവശ്യമൊക്കെ ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഓവറായിട്ട് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യേണ്ട, 2 പ്രാവശ്യമൊക്കെ മതി. ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് മാക്സിമം വെയിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നോർമൽ പ്ലെയിൻ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. പിഗ്മെൻറ്റേഷനും ഹൈപ്പർ പിഗ്മെൻറ്റേഷനും മെലസ്മ പോലത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാം. പിന്നെ ഡാർക്ക് ആയിട്ടുള്ള സ്പോട്ടും ആക്നീസിൻ്റെ ഒക്കെ മാർക്സും സ്കാർസൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ സ്കിന്നിൽ, അതൊക്കെ നല്ല രീതിക്ക് മാറിക്കിട്ടും. കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം. അയ്യോ, കണ്ണിൻ്റെ അടിയിലൊക്കെ അപ്ലൈ ചെയ്താലേ അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഓവറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യരുത്. വീക്കിലി ഒരു 2 പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 15-20 മിനിറ്റൊക്കെ ആകുമ്പോൾ നോർമൽ പ്ലെയിൻ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്ത് വന്നാൽ മതി. അപ്പോൾ നമ്മൾ കഴുകുന്നതിന് മുന്നേ, അതായത് നമ്മുടെ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ വെള്ളം ഒന്ന് റിൻസ് ചെയ്യുമല്ലോ, ഒന്ന് തളിച്ചു കൊടുക്കുന്ന സമയത്ത് ജെൻറ്റിലി ഒന്ന് സർക്കുലർ മോഷനിൽ ഒന്ന് സ്ക്രബ് കൂടെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ നിന്ന് പോയി കിട്ടും. ഇനി നമുക്കൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ അപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാൻ പാടില്ല. നമ്മുടെ സ്കിന്നൊട്ടും തന്നെ ചുളുങ്ങാനോ ഒന്നും പാടില്ല കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഫൈൻ ലൈൻസും ബ്ലെമിഷേഴ്സ് പോലത്തെ കാര്യങ്ങൾ നമ്മുടെ സ്കിന്നൊന്ന് ആൻറ്റി ഏജിനിങ് ഒക്കെ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതിന് കാരണം കോഫി പൗഡർ പ്ലസ് ഈ ഒരു പാക്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്.
ഈ പാക്കിന് അത്യാവശ്യം നല്ല രീതിക്ക് റേഞ്ച് ഉണ്ട് കേട്ടോ. 1500 രൂപയാണ്. ഇതെനിക്ക് കൊളാബിന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് കിട്ടിയതാണ് കേട്ടോ. പ്രൊമോഷന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് പ്രൊമോഷന് വേണ്ടി കിട്ടിയതാണ്. അങ്ങനെ ഞാൻ കുറേ പ്രാവശ്യം യൂസ് ചെയ്തിട്ട് എനിക്കിത് അത്രയും നല്ല റിസൾട്ട് നൽകുന്ന ഉറപ്പ് വന്ന സമയത്താണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പോലെ ഞാൻ ചെയ്തത്. അപ്പോൾ ഇതേപോലെ പാലിലും വേറെ എന്തെങ്കിലുമൊക്കെ, അതായത് തേനിലോ അങ്ങനെയൊക്കെ നമുക്ക് റോസ് വാട്ടറിലും ഗ്ലിസറിനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു ഫേസ് പാക്ക്. ജസ്റ്റ് വാട്ടറിൽ മാത്രമല്ല. അപ്പോൾ നല്ല രീതിക്ക് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വാഷ് ഓഫ് ചെയ്ത് വരാം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വിസിബിൾ ആവുന്ന റിസൾട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. എനിക്ക് വ്യൂ പ്രൊഡക്റ്റിൽ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ എന്താണെങ്കിലും ഞാൻ കൊടുത്തേക്കാം. നേച്ചർ ഫോർ നേച്ചർ ഡീടോക്സിഫയർ ഫേസ് പാക്ക് എന്നാണ് വരുന്നത്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചാമോമേൽ, ഖൂസ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. 75 ഗ്രാം ഓഫ് പ്രൊഡക്റ്റിനാണ് 1200 അല്ല കേട്ടോ, 1300 ഉണ്ട്. 1299 രൂപയാണ് പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടിട്ടാണ് മെയിൻലി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. കുറേ അധികം പൗഡേഴ്സ് ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. ഓറഞ്ച് പീൽ പൗഡർ, അത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിക്ക് തന്നെ ബ്രൈറ്റൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ലെമൺ പീൽ ഉണ്ട്. അതും വൈറ്റമിൻ സി ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റ്നസ് കൊണ്ടുവരും. പിന്നെ കുക്കുംബർ സീഡിൻ്റെ എക്സ്ട്രാക്റ്റ്, ഗ്രീൻ ടീ ലീഫ്, ചാമോമേൽ, പിന്നെ പറഞ്ഞിട്ടുള്ളത് മസ്ക് മെലോൺ, കുമൂദ്, ഖൂസ്, ഗ്രാം ഫ്ലോർ, മുൾട്ടാനി മിട്ടി. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ എൻറിച്ച്മെൻ്റ് ആണ് നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നൽകുന്നത്. ശരിക്കും എനിക്ക് യൂസ് ചെയ്തിട്ട് ഹോണസ്റ്റ്ലി നല്ല രീതിക്ക് റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ 15-20 മിനിറ്റിന് ശേഷം എൻ്റെ ഫേസ് ഞാൻ വാഷ് ഓഫ് ചെയ്ത് വന്നിട്ടുണ്ട്. 15-20 അല്ല, ആക്ച്വലി ഞാനൊരു 20 മിനിറ്റ് എടുത്തു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നല്ല രീതിക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ട് നോക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. സ്കിൻ ഒട്ടും തന്നെ ഡ്രൈ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഫേസ് പാക്കൊക്കെ ഇട്ടാലും ഒട്ടും തന്നെ ഡ്രൈ ആക്കുന്നില്ലെന്ന് നമുക്ക് തോന്നിയാലും പക്ഷെ നമ്മൾ മസ്റ്റായിട്ട് നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് മോയ്സ്ചറൈസ് ചെയ്യണം, അതായത് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നല്ല രീതിക്ക് ഫേസ് ഓവറോൾ സ്പ്രെഡ് ഓവർ ചെയ്യുന്നുണ്ട്. ടോണർ മാത്രം കൊണ്ട് നമ്മൾ നിർത്തരുത്. അതിനുശേഷം ഞാനൊരു മോയ്സ്ചറൈസറൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പിലിഗ്രിമിൻ്റെ ടോണറും അതോടൊപ്പം തന്നെ പിലിഗ്രിമിൻ്റെ ഗ്ലോ മോയ്സ്ചറൈസറും ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽ ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്യാണ്. ശരിക്കും നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്നൊരു മോയ്സ്ചറൈസറാണ്. നല്ല രീതിക്ക് തന്നെ സ്കിന്നിന് ഹൈഡ്രേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നസ്സും നല്ല രീതിക്ക് ഡെഡ് സ്കിന്നും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ പോകാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഷുവറായിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് ടാറ്റാ.